بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ബഖറയുടെ തഫ്സീറിൽ 13 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അടുത്ത ആയത്ത് മുതൽ ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു: വഇദാ ലഖുൽ ലദീന ആമനു ഖാലു ആമന്ന വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം ഖാലു ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. ഈ സൂറത്തിലെ ആയത്തുകളിൽ മുനാഫിക്കുകളെക്കുറിച്ചുള്ള പരാമർശം ആണ് ഈ ആയത്തുകളിലുമുള്ളത്. അവരുടെ സ്വഭാവമായി അള്ളാഹു പറയുന്നു: വഇദാ ലഖു. ലഖു എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടി എന്നാണ്. ലഖിയ എന്നതാണ് അതിൻ്റെ ഏകവചനം. അവർ കണ്ടുമുട്ടി എന്നാണ് ലഖു എന്ന് പറഞ്ഞാൽ. ഇദാ എന്ന് ചേർത്താലോ അവർ കണ്ടുമുട്ടിയാൽ. ഇദ് അതുപോലെ ഇദാ, ഇത് രണ്ടിൻ്റെയും വ്യത്യാസം. ഇദ് എന്നത് കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അത് കഴിഞ്ഞതാണ്. അതേസമയം വരാനിരിക്കുന്നതാണെങ്കിൽ എന്തു പറയും? ഇദാ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തിയാൽ. അതേസമയം ഇദ് എന്നത് കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുക. വഇദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ. ആരെ കണ്ടുമുട്ടിയാൽ? മുനാഫിക്കുകൾ കണ്ടുമുട്ടിയാൽ. ആരെ കണ്ടുമുട്ടിയാൽ? അല്ലദീന ആമനു, മുഅ്മിനുകളെ, യഥാർത്ഥ വിശ്വാസികളെ കണ്ടുമുട്ടിയാൽ. ഖാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം. വഇദാ ഖലൗ എന്നാൽ അവർ ഒഴിഞ്ഞിരുന്നാൽ. ഖല എന്ന് പറഞ്ഞാൽ ഒറ്റക്കാവുക. ഖൽവ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്കിരിക്കുക. ഖൽവത്ത് എന്ന് പറയും. ഖാലി, നമുക്കറിയാം, കാലി എന്നാണ് അതിൻ്റെ അർത്ഥം. നേർക്കേറെ പറയും, മറ്റൊന്നുമില്ലാതെ ഇരിക്കാതെ മാത്രമാവുക. വഇദാ ഖലൗ ഇലാ ശയാത്തീനിഹിം, അവർ ഒറ്റക്കായാൽ, മറ്റാരുമില്ലാതെ സ്വകാര്യമായ കൂടിക്കാഴ്ചകളിൽ എത്തിയാൽ. ആരുമായി? ഇലാ ശയാത്തീനിഹിം, അവരുടെ ശൈത്താന്മാരുമായി. അവരുടെ ശൈത്താന്മാരുമായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഷയാത്തീനുൽ ഇൻസ്, മനുഷ്യരിലെ പിശാചുക്കളെയാണ്. അഥവാ അവരുടെ കുഫറിൻ്റെ, നിഫാഖിൻ്റെ ഒക്കെ നേതാക്കന്മാരായ ആളുകളുടെ കൂടെ അവരുടെ കൂടെ മാത്രമായിരുന്നാൽ. ഖാലു, ഇതേ ആളുകൾ പറയും. നേരത്തെ മുഅ്മിനുകളോട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതേ ആളുകൾ അതേ നാവ് കൊണ്ട് പറയും, ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ പരിഹസിക്കുക മാത്രമായിരുന്നു. ഇസ്തഹ്സഅ എന്ന് പറഞ്ഞാൽ പരിഹസിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പരിഹസിക്കുന്ന ആൾക്ക് എന്തു പറയും? മുസ്തഹ്സിഉൻ. മുസ്തഹ്സിഊൻ എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നവർ. ഞങ്ങൾ പരിഹസിക്കുന്നവർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിഹസിക്കുക മാത്രമായിരുന്നു. മുഅ്മിനുകളോട് ഞങ്ങൾ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ കളിയാക്കിയതാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, റബ്ബ് പറയുമ്പോൾ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, റബ്ബാണ് അവരെ പരിഹസിക്കുന്നത്. നോക്കൂ, ഇസ്തിഹ്സാ എന്നത് റബ്ബിൻ്റെ സിഫത്തായി, അവൻ്റെ വിശേഷണമായി പറയണം എങ്കിൽ എന്തു വേണം? അത് ഇസ്തിഹ്സാ ചെയ്തവരോട് അവൻ ഇസ്തിഹ്സാ ചെയ്യും. റബ്ബിൻ്റെ ചില വിശേഷണങ്ങൾ അങ്ങനെ പറയാൻ പാടുള്ളൂ, മുഖയ്യദായി മാത്രം, നിബന്ധനയോടെ മാത്രം. ഉദാഹരണത്തിന് മക്ർ, തന്ത്രം പ്രയോഗിക്കുക. വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അവർ
കുതന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു. അള്ളാഹു ഏറ്റവും നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവരാണ്. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഊൻ. അവർ അള്ളാഹുവിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു, അള്ളാഹു അവരാണ് കബളിപ്പിക്കുന്നത്. ഖിദാ, കബളിപ്പിക്കുക, മഖർ, തന്ത്രം പ്രയോഗിക്കുക, ഇസ്തിഹ്സാ, പരിഹസിക്കുക പോലെയുള്ള സിഫത്തുകൾ അത് നിബന്ധനയ്ക്ക് വിധേയമായി മാത്രമേ, അഥവാ അവർ ഇങ്ങനെ ചെയ്യുന്നവരോട്, അതിന് അർഹതപ്പെട്ടവരോട് റബ്ബ് ചെയ്യുന്നു എന്നേ പറയാവൂ. കാരണം ആ സിഫത്തുകൾ അത് മാത്രമായി പറയുമ്പോൾ അത് പൂർണ്ണതയുടെ സിഫത്തുകളല്ല. റബ്ബിൻ്റെ സിഫത്തുകൾ മുഴുവൻ പൂർണ്ണതയുടെ, മഹത്വത്തിൻ്റെ സിഫത്തുകളാണ്. അതിന് അർഹതപ്പെട്ട ആളുകളോട് അത് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണതയുടെ സിഫത്ത് ആവുകയുള്ളൂ. അത് ഖുർആനിൽ അതങ്ങനെ വന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നോക്കൂ, ഖിയാന എന്ന വാക്ക് അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സുബ്ഹാനഹു വ തആല മുനാഫിഖുകളുടെ, മുശ്രിക്കുകളുടെ ഖിദാഇനെ കുറിച്ച് പറഞ്ഞു. സൂറത്തുൽ അംഫാൽ നമുക്ക് കാണാം. എന്നാൽ അവർ ഖിയാനത്ത് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു ഫഅംകന മിൻഹും. തിരിച്ച് ഖിയാനത്ത് റബ്ബ് കാണിച്ചു എന്ന് പറഞ്ഞില്ല, മറിച്ച് അള്ളാഹു റബ്ബുൽ ആലമീൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഇംകാനിലാക്കി എന്ന് പറഞ്ഞാൽ റബ്ബ് അവരെ എന്തും ചെയ്യാൻ ഏത് സമയത്തും കഴിവുള്ളവനാണ്, അവൻ ഒതുക്കുകയുണ്ടായി എന്നാണ്. ഖിയാനത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? കാരണം ഖിയാന എന്ന വാക്ക് ചതി, വഞ്ചന എന്നിങ്ങനെ വിശ്വാസത്തിലിരിക്കവേ കാണിക്കുന്ന വഞ്ചനക്കാണ് ഖിയാന എന്ന് പറയുക. അത് ഒരിക്കലും ഒരു നിലക്കും ഒരു കാലത്തും അതെന്താവുകയില്ല, നല്ല വിശേഷണമായി പറയുകയില്ല ചെയ്തവരോട് പോലും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലാ തഖുൻ മൻ ഖാനക്, നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഞ്ചിച്ചവരോട് പോലും അത് തിരിച്ചു ചെയ്യുക എന്നത് ഒരിക്കലും നല്ല സിഫത്ത് ആവുകയില്ല. അതുകൊണ്ട് മുശ്രിക്കുകൾ ഖിയാനത്ത് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് റബ്ബ് അവരെ തിരിച്ച് ഖിയാനത്ത് കാണിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് റബ്ബ് അവരെ ഒതുക്കുകയുണ്ടായി എന്നേ പറഞ്ഞിട്ടുള്ളൂ. നോക്കൂ, റബ്ബിനെ കുറിച്ചുള്ള സിഫത്തുകൾ അത് അതിലടിസ്ഥാന നിയമമാണ്. റബ്ബ് അവനെക്കുറിച്ച് എന്തു പറഞ്ഞോ അത് അതുപോലെ ആ തോതിൽ നമ്മൾ പറയും. റബ്ബ് അവനെക്കുറിച്ച് പറയാത്തത് നമ്മൾ പറയുകയില്ല. അല്ലെങ്കിൽ റബ്ബിനെക്കുറിച്ച് ഏറ്റവും അറിയാവുന്ന അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് റബ്ബിനെക്കുറിച്ച് പറഞ്ഞോ അതേ നമ്മൾ പറയാവൂ, അതേ വിശ്വസിക്കാവൂ. അള്ളാഹു യസ്തഹ്സിഉ ബിഹിം, റബ്ബ് അവനെയാണ് പരിഹസിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർ പരിഹസിക്കുകയായിരുന്നു. അവർ റബ്ബിനെ പരിഹസിക്കാൻ, അവൻ്റെ ദീനിനെ പരിഹസിക്കാൻ, അവൻ്റെ ഔലിയാഇനെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവരാണ്. വയമുദ്ദുഹും, അള്ളാഹു അവരെ വിട്ടയക്കുന്നു. ഫീ തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ, യഅമഹൂൻ, അതിൽ മുഴുകുന്നവരായി റബ്ബ് അവരെ വിട്ടയക്കുന്നു. നോക്കൂ, ഈ ആയത്തുകളിൽ മുനാഫിക്കുകളുടെ അങ്ങേറ്റം മോശമായ ഒരു സ്വഭാവമാണ് റബ്ബ് പറയുന്നത്. എന്താണത്? അവരുടെ ദ്വിമുഖമാണത്, ഇരട്ടമുഖം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിൻ ശിറാരിൻ നാസി ദൽ വജ്ഹൈൻ, ജനങ്ങളിൽ ഏറ്റവും മോശക്കാരാണ് രണ്ട് മുഖമുള്ളവൻ. അല്ലദി യഅതി ഹഉലാഇ ബിവജ്ഹ് വഹഉലാഇ ബിവജ്ഹ്, ഒരു കൂട്ടരുടെ അടുത്തെത്തുമ്പോൾ അവൻ ഒരു മുഖമാണ്, മറ്റൊരു കൂട്ടരുടെ അടുത്തെത്തുമ്പോൾ അവന് മറ്റൊരു മുഖമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ നേർക്ക് നേരെയുള്ള ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണുന്നത്. മുഅ്മിനുകളുടെ അരികിൽ എത്തിയാൽ അവർ പറയും ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ യാതൊരു വിശ്വാസവുമില്ല. അവർ അവരുടെ ശയാത്തീനുകളുടെ അടുത്തെത്തിയാൽ പറയും, അവരുടെ അരികിൽ ഒറ്റക്കായാൽ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ മറ്റവരെ പരിഹസിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ലാഹിർ കൊണ്ട് പുറമേക്ക് മാത്രമാണ് അവർ മുഅ്മിനുകളുടെ കൂടെ, ഉള്ളുകൊണ്ട് അവർ മുശ്രിക്കുകളുടെ, കുഫാറുകളുടെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൂടെയാണ്. ഇതൊരു മുസ്ലിം വളരെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു മുഅ്മിൻ ഒരിക്കലും ദ്വിമുഖമുള്ളവനാകാൻ പാടില്ല, മറിച്ച് അവൻ നന്മയുടെ ആളായിരിക്കണം. നന്മയുടെ ആളുകളുടെ കൂടെ എത്തുമ്പോൾ നന്മയുള്ളവൻ, മോശക്കാരായ ആളുകളുടെ കൂടെ എത്തിയാൽ അവരെ പോലെ അങ്ങനെ ആവുക ഒരിക്കലും ഒരു മുഅ്മിനിന് യോജിച്ച കാര്യമല്ല. മറിച്ച് മുഅ്മിൻ അവൻ സാദിഖായിരിക്കണം, അവൻ സത്യസന്ധനായിരിക്കണം, അവൻ ഒരേ നിലപാടുള്ളവനായിരിക്കണം. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. സറാഹത്ത് അവരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തത അവരുടെ സ്വഭാവമാണ്.
ഉള്ളിലൊന്ന് പുറത്തൊന്ന് മുഅ്മിനുകൾക്ക് യോജിച്ച കാര്യമല്ല. നസറുല്ലാഹൽ ആഫിയ വസ്സലാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരവരുടെ ശയാത്തീന്മാരുടെ അടുത്തെത്തിയാൽ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനാഫിക്കുകളുടെ നേതാക്കന്മാരായ യഹൂദികൾ, മുശ്രിക്കുകൾ തുടങ്ങിയ അവരുടെ ഷെയ്ത്താന്മാരാണ്. ജിന്ന് വർഗത്തിൽ ഷെയ്ത്താൻ ഉള്ളതുപോലെ മനുഷ്യരിലും ഷെയ്ത്താനുണ്ട്. ഷെയ്ത്താൻ എന്ന വാക്ക് കേവലം പിശാജ് ജിന്നിന് പറയുന്ന പേരല്ല, മറിച്ച് മോശക്കാരായ ധിക്കാരികളായ ആളുകളെ പറയാവുന്ന അവർക്ക് യോജിച്ചിട്ടുള്ള പേരാണ് ഷെയ്ത്താൻ എന്നത്. ഷെയ്ത്താൻ എന്നത് അവർക്ക് യോജിച്ചിട്ടുള്ള പേരാണ്. അതുപോലെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. അക്ഷരാർത്ഥത്തിൽ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചാകണം എന്ന് ഇല്ല, ഭാഷയിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരാൾ ഒരു പ്രാവിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ടപ്പോൾ, ഒരു പ്രാവിൻ്റെ പിന്നാലെ ഒരാൾ പോവുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷെയ്ത്താനുൻ യത്ബഉ ഷെയ്ത്താൻ. ഒരു ഷെയ്ത്താൻ വേറൊരു ഷെയ്ത്താൻ്റെ പിന്നിൽ പോകുന്നു. ഒരു ഷെയ്ത്താൻ വേറൊരു ഷെയ്ത്താൻ്റെ പിന്നിൽ പോകുന്നു. കാരണം ഇങ്ങനെ പല നാടുകളിലും ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം, ഇങ്ങനെ പ്രാവുകളുടെ പിന്നാലെ പോയി അവന് വാജിബായ കാര്യങ്ങൾ മറന്നു പോവുക, അതുപോലെ അതിൻ്റെ പിന്നാലെ നോക്കി പോയി മറ്റുള്ള വീടുകളുടെയും മറ്റും ഉള്ളിൽ അവരുടെ അതിർത്തികൾക്കുള്ളിൽ ഔറത്തുകൾ നോക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഇത് നയിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഷെയ്ത്താൻ്റെ പിന്നാലെ പോകുന്നത്. അതൊരു പ്രാവ് മാത്രമാണ്, ഷെയ്ത്താനല്ല. ഏതർത്ഥത്തിൽ? ജിന്നുവർഗത്തിൽപ്പെട്ട ഷെയ്ത്താനല്ല അത്. പക്ഷേ ഈ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നു എന്നതുകൊണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? തിന്മയിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ ധിക്കാരം കാണിക്കുന്ന ആളുകൾക്ക് ഉള്ള വിശേഷണമാണ് ഷെയ്ത്താൻ എന്നത്. അതുകൊണ്ട് തന്നെ ജിന്നുവർഗത്തിലും മനുഷ്യരിലും പിശാചുക്കളുണ്ട്. അള്ളാഹു പറഞ്ഞു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. വകദാലിക ജഅൽനാ, അങ്ങനെയാണ് നാം ഏർപ്പെടുത്തിയത്, ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും, അദുവൻ, ശത്രുക്കളെ നാം ഏർപ്പെടുത്തിയത്, ശയാത്തീനൽ ഇൻസി വൽ ജിൻ, മനുഷ്യവർഗത്തിലും ജിൻവർഗത്തിലും പെട്ട പിശാചുക്കളെ, യൂഹി ബഅദുഹും ഇലാ ബഅദിൻ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശം കൈമാറുന്നു. സുഖ്റുഫൽ ഖൗലി ഗുറൂറ, വഞ്ചനയുടെ അലങ്കാര വാക്കുകൾ. ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കൾക്ക് സന്ദേശം കൈമാറുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. രണ്ട് കൂട്ടരിലും ഷെയ്ത്താൻ ഉണ്ട്. മനുഷ്യനെ വഴിവഴപ്പിക്കുന്ന കൂട്ടുകാർ ജിന്നുവർഗത്തിൽ മാത്രമാണോ അല്ല ഉള്ളത്? അല്ല, ഒരിക്കലുമല്ല, മനുഷ്യരിലുമുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. എത്ര നല്ല മനുഷ്യരെയാണ് മോശക്കാരായ കൂട്ടുകാർ മോശമാക്കിയിട്ടുള്ളത്. കുഫറിലേക്കും തിന്മകളിലേക്കുമൊക്കെ എത്ര കൂട്ടുകെട്ടുകളാണ് ആളുകളെ കൊണ്ടുചെന്നാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽമർഉ അലാ ദീനി ഖലീലിഹ്, അൽമർഉ അലാ ദീനി ഖലീലിഹ്, ഒരു മനുഷ്യൻ അവൻ്റെ ഉറ്റ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. ഫലിയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം താൻ ആരെയാണ് ഉറ്റ കൂട്ടുകാരനാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതുപോലെ അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള മനോഹരമായ ഹദീസാണ്, നിങ്ങളേവരും കേട്ടിട്ടുണ്ടാകും. അബൂ മൂസാ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള മനോഹരമായ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ ജലീസി സ്സാലിഹ് വൽ ജലീസി സൂ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ. മസലുൽ ജലീസി സ്സാലിഹ്, സാലിഹായ ജലീസിൻ്റെ, ജലീസാരാണ്? കൂടെ ഇരിക്കുന്ന ആളെന്നാണ് അതിൻ്റെ അർത്ഥം, കൂട്ടുകാരൻ. സാലിഹായ കൂട്ടുകാരൻ്റെയും ജലീസി സൂ, മോശം കൂട്ടുകാരൻ്റെയും ഉദാഹരണം കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, ഒരു സുഗന്ധം വിൽക്കുന്ന ആളുടെയും ഒരു കൊല്ലൻ്റെയും ഉദാഹരണമാണ്. ഹാമിലുൽ മിസ്ക്, കസ്തൂരി വിൽക്കുന്ന, അത് കൊണ്ട് നടക്കുന്നവൻ, അവനെ നീ കൂട്ടുകാരനാക്കിയാൽ ഒന്നുകിൽ അവൻ നിനക്ക് അതിൽ നിന്നൊരല്പം വെറുതെ തരും, അല്ലെങ്കിൽ നിനക്ക് അവനോട് പൈസ കൊടുത്ത് വാങ്ങാം. രണ്ടും ഇല്ലെങ്കിലും അവൻ്റെ അടുത്ത് നിന്നാൽ അതിൻ്റെ സുഗന്ധമെങ്കിലും നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഒരു നാഫിഖുൽ കീർ, ഒരു കൊല്ലൻ, തൻ്റെ ഉലയിൽ ഇരുമ്പിങ്ങനെ ഊതി അത് ശരിപ്പെടുത്തുന്നവനാണ് നിൻ്റെ കൂട്ടുകാരനെങ്കിൽ ഒന്നുകിൽ അവൻ്റെ ആലയിൽ നിന്ന് തീ പാറി
നിൻ്റെ ശരീരം പൊള്ളിപ്പോവും, അല്ലെങ്കിൽ നിൻ്റെ വസ്ത്രത്തിൽ തുള വീഴും. അതൊന്നുമില്ലെങ്കിലും അവിടെ ആ മോശമായ ഗന്ധമെങ്കിലും അവിടെ നിന്നാൽ നീ അനുഭവിക്കേണ്ടി വരും. ഇതുപോലെ എന്തെങ്കിലും ഒരു മോശമായ അഥർ, മോശമായ സ്വാധീനം മോശം കൂട്ടുകാരനിൽ നിന്നുണ്ടാകും. എന്തെങ്കിലും ഒരു നല്ല ഫലം നല്ല കൂട്ടുകാരിൽ നിന്നുണ്ടാകും. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയണമെന്നില്ല, നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമ്മളിൽ അത് കടന്നു വന്നിട്ടുണ്ടാകും. അങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ തിരിച്ചറിയാതെ നമ്മിൽ കടന്നു വന്നേക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര മനോഹരമായ ഉദാഹരണമാണത് എന്ന് നോക്കൂ നിങ്ങൾ. എത്ര മനോഹരമായ ഉദാഹരണമാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് എന്ന മഹാനായ സഹാബിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഹദീസുകളിൽ പല ഹദീസുകളിലും അത്ഭുതകരമാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകളിൽ പല ഹദീസുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസായി അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളിൽ ഉദാഹരണങ്ങൾ വിവരിച്ചത് കാണാം. മനോഹരമായ മസലുകൾ, ഉദാഹരണങ്ങൾ. അതിൽപ്പെട്ട മറ്റൊരു ഹദീസാണ് അബൂ മൂസ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽം കമസലിൽ ഗൈസിൽ കസീരി അസാബ അർദ. ബുഖാരിയും മറ്റും ഉദ്ധരിച്ച ഹദീസാണ്. എന്നെ അള്ളാഹു നിയോഗിച്ച ഈ സന്മാർഗത്തെ, എന്നെ അള്ളാഹു എനിക്ക് കൊടുത്തയച്ച, എൻ്റെ കയ്യാൽ ജനങ്ങളിലേക്ക് എത്തിച്ച സന്മാർഗത്തിൻ്റെയും ഇൽമിൻ്റെയും ഉദാഹരണം കമസലിൽ ഗൈസിൽ കസീർ, സമൃദ്ധമായ മഴ പോലെയാണ്. അസാബ അർദ, അതൊരു ഭൂമിയിൽ ചെന്ന് പതിച്ചു. ആ ഭൂമി എന്ത് ചെയ്തു? മഴ സ്വീകരിച്ചു, സസ്യങ്ങൾ മുളപ്പിച്ചു. മറ്റൊരു ഭൂമിയിൽ അതേ മഴ പെയ്തു. ആ ഭൂമിയിൽ സസ്യം മുളച്ചില്ല, പക്ഷെ വെള്ളം ആ ഭൂമി പിടിച്ചു വെച്ചു. ആദ്യത്തെ ഭൂമി കൊണ്ട് ആളുകൾക്ക് എന്തുണ്ടായി? ഉപകാരമുണ്ടായി, നേർക്ക് നേരെ. രണ്ടാമത്തെ ഭൂമി കൊണ്ട് ആൾക്ക് ഉപകാരമുണ്ടായി, നേർക്ക് നേരെയല്ല, മറിച്ച് ആ വെള്ളം ആളുകൾ എടുത്തുകൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൃഷി ചെയ്തു. മൂന്നാമതൊരു ഭൂമിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഹിയ ഖിആൻ ലാ തുംസികു മാഅ വലാ തുംബിതു കലഅ. അത് വെള്ളം പിടിച്ചു വെക്കുകയുമില്ല, ചെടി മുളപ്പിക്കുകയുമില്ല, വെറും ഒരു മൊട്ട പ്രദേശം. അവിടെ വെള്ളം വീണ് പതിച്ചാൽ അത് അങ്ങൊലിച്ചു പോവുകയായി. വദാലിക, അതാണ് ഉദാഹരണം. ഈ സന്മാർഗം അത് സ്വീകരിച്ചവരുടെയും സ്വീകരിക്കാത്തവരുടെയും, അത് സ്വീകരിച്ചവരുടെ ഉദാഹരണം. അതുപോലെ വമല്ലം യർഫഅ ബിദാലിക റഅസ, അതിലേക്ക് തൻ്റെ തലയുയർത്തി ഒന്ന് നോക്കുക പോലും ചെയ്യാത്തവൻ്റെ, വലം യഖ്ബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി, ഞാൻ ഏതൊരു സന്മാർഗവുമായി നിയോഗിക്കപ്പെട്ടു ആ സന്മാർഗം സ്വീകരിക്കാത്തവൻ്റെയും ഉദാഹരണം. പണ്ഡിതന്മാർ പറഞ്ഞു, ഇൽമുമായി ബന്ധപ്പെട്ട് 3 കൂട്ടരുടെ ഉദാഹരണം ആ ഹദീസിലുണ്ട്. ഒന്നാരാണ്? മഹാന്മാരായ ഉലമാ, ഫുഖഹാ ആണ്. അവർ പണ്ഡിതന്മാരാണ്, ഫഖീഹുകളുമാണ്. ഉലമാക്കളാണ്, ഫുഖഹാക്കളാണ്. എന്ന് പറഞ്ഞാൽ അവർ ഖുർആനും സുന്നത്തും പഠിക്കുക മാത്രമല്ല, അതിൽ നിന്ന് വിധിവിലക്കുകൾ മനസ്സിലാക്കുകയും അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ ഗുണപാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത ഉന്നതന്മാരായ പണ്ഡിതന്മാരാണ്. അതാണ് ആദ്യം പറഞ്ഞ ഭൂമി, വെള്ളം പിടിച്ച് സസ്യം മുളപ്പിച്ച ഭൂമി. രണ്ടാമത്തെ ഭൂമിയോ? രണ്ടാമത്തെ ഭൂമി അവർ എന്ത് ചെയ്തു? ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ മനഃപ്പാഠമാക്കി, എന്നിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ അവരതിൽ നിന്ന് വിധിവിലക്കുകളോ മറ്റോ മനസ്സിലാക്കുകയോ പഠിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. അതിനു മാത്രം അവർക്ക് കഴിവില്ല, മറിച്ച് എന്ത് ചെയ്തു? അത് കേട്ടു എത്തിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റഹിമല്ലാഹു ഇംറഅൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, സമിഅ മഖാലതി, അവൻ എൻ്റെ വാക്ക് കേട്ടു, ഫഅദ്ദാഹ കമാ സമിഅ, അവനത് കേട്ടു, എന്നിട്ട് കേട്ടതുപോലെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫറുബ്ബ മുബല്ലഗിൻ ഔ ആമിൻ സാമിഅൻ, ഒരു പക്ഷേ നേർക്കുനേരെ കേട്ടവരെക്കാൾ അത് പിന്നീട് കേട്ടവർ കൂടുതൽ ഗ്രഹിച്ചവരായേക്കാം. അവരെന്ത് ചെയ്തു? റിവായത്ത് മാത്രം, ഹദീസ് പഠിച്ചു, ആളുകൾ പഠിപ്പിച്ചു കൊടുത്തു. നദ്ദറല്ലാഹു ഇംറഅൻ, അങ്ങനെയാണ് ഹദീസ്. റഹിമല്ലാഹു എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല. നദ്ദറല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻ്റെ മുഖം അള്ളാഹു പ്രസന്നമാക്കട്ടെ. സമിഅ മഖാലതി, എൻ്റെ വാക്കവൻ കേട്ടു, എന്നിട്ട് ഗ്രഹിച്ചു, കേട്ടതുപോലെ എത്തിച്ചു കൊടുത്തു. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ സുഫിയാൻ റഹിമഹുല്ലാഹയുടെ ഈ വാക്ക് ഉദ്ധരിച്ചത് കാണാം. അദ്ദേഹം പറഞ്ഞു,
അഹ്ലുൽ ഹദീസിൻ്റെ മുഖത്തെല്ലാം നിനക്ക് ഈ പ്രകാശം കാണാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പഠിക്കാൻ മെനക്കെട്ട, അതിന് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച ആളുകളാണ് അഹ്ലുൽ ഹദീസ്. അത് പഠിക്കുക, എത്തിച്ചു കൊടുക്കുക. അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങളും മറ്റുമൊന്നും എടുത്ത് പറഞ്ഞു കൊടുത്തില്ല എങ്കിലും, കാരണം അത് കേട്ടവർ അതിൽ നിന്ന് ഗ്രഹിച്ചേക്കും, പിന്നീട് എത്തിക്കപ്പെട്ടവർ അതിൽ നിന്ന് ഗ്രഹിച്ചേക്കും. ഇത് രണ്ടാമത്തെ ഭൂമിയെ പോലെയാണ്. അത് ചെടി മുളപ്പിച്ചില്ല എങ്കിൽ വെള്ളം പിടിച്ചു വെച്ചു, ആളുകൾ അതിൽ നിന്ന് വെള്ളം എടുത്തു കൊണ്ടുപോയി കുടിച്ചു, നനച്ചു, വേറെ സ്ഥലത്ത് കൃഷി ചെയ്തു. മൂന്നാമരിൽ നമ്മൾ പെട്ടുപോകരുത്. മൂന്നാമത്തെ ആളുകൾ അതെന്താണ്? തിരിഞ്ഞു നോക്കിയില്ല. അത് പഠിക്കാനോ കേൾക്കാനോ ഒന്നിനും തയ്യാറായില്ല. എത്ര മനോഹരമായ ഉദാഹരണമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സന്മാർഗത്തിൻ്റെ ഹുദയുടെ ഇൽമിൻ്റെ ഉദാഹരണം മഴ പോലെ. ഭൂമിക്ക് മഴ എങ്ങനെയാണോ, വരണ്ടുണങ്ങിയ ചത്ത ഭൂമിയെ എങ്ങനെയാണോ അള്ളാഹു മഴ മുഖേന ജീവിപ്പിക്കുന്നത്, അതുപോലെയാണ് ഹൃദയങ്ങൾക്ക് വഹി. ഹൃദയങ്ങൾക്ക് ഇൽമ് അങ്ങനെയാണ്. ഹൃദയത്തിന് ജീവൻ നൽകുന്നത്, ജീവസുറ്റ കൽബുകളാക്കുന്നത് അതിൽ വഹീൻ്റെ നനവ് വന്ന് വീഴുമ്പോഴാണ്. ഇൽമിൻ്റെ നനവ് അതിൽ പതിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോകും, വരണ്ടുപോകും, ചത്തുപോകും. അത് വരണ്ടുപോകും, കടുത്ത ഹൃദയങ്ങളായി പോകും. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കൂ, ആ ഹദീസും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതാണ്. വേറെ ഹദീസുകൾക്കാണ് ഇതുപോലെ ഉദാഹരണങ്ങൾ വിവരിക്കുന്ന, മനോഹരമായ ഉദാഹരണങ്ങൾ വന്നിട്ടുള്ള ഹദീസുകൾ നമുക്ക് പല ഹദീസുകൾ ആരുദ്ധരിച്ചതായി കാണാം. അത്ഭുതമാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹിബ്നു ഖൈസ് എന്നാണ്. അബ്ദുല്ലാഹിബ്നു ഖൈസ്, യമനിൽ നിന്ന് ഹിജറ വന്ന ആളുകളിൽപ്പെട്ട സഹാബിയായിരുന്നു അബ്ദുല്ലാഹിബ്നു ഖൈസ് അബൂ മൂസ അശ്അരി. നല്ല ഖുർആൻ പാരായണമായിരുന്നു. അതുപോലെ അബൂ മൂസ റളിയല്ലാഹു അൻഹു അവർ യമനിൽ നിന്ന് ഹിജറ പുറപ്പെട്ടു. പക്ഷെ അവരുടെ കപ്പൽ വഴിതെറ്റി എവിടെ എത്തി? കപ്പൽ വഴിതെറ്റി അബിസീനിയയിലെത്തി. അപ്പോൾ അബിസീനിയയിലെത്തിയപ്പോൾ അവർ ആരെ കണ്ടു? അവിടെ അബ്ദുല്ലാഹിബ്നു ജഅഫർ ബിൻ അബി താലിബ്, നേരത്തെ ഹിജറ പോയ ആളുകളുണ്ടായിരുന്നു. പിന്നീട് അവർ എവിടെ എത്തി? മദീനയിലെത്തി. അപ്പോൾ കൂട്ടരിൽ സ്ത്രീകളുണ്ടായിരുന്നു. ആ കൂട്ടരിൽ മഹദിയായ ഒരു സഹാബി വനിത ഒരിക്കൽ അവരോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ ഹിജ്റ ശരിയായില്ല എന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പോൾ ആ സഹാബി വനിതക്ക് തീരെ അത് പിടിച്ചില്ല. അവർ പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞു. സഹീഹ് ബുഖാരി നമുക്ക് കാണാം. അവർ പറഞ്ഞു, ഉമറിനോട് പറഞ്ഞു, അല്ല, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെയായിരുന്നു, നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും നിങ്ങൾ കാര്യങ്ങൾ നോക്കാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ബലദുൽ ഖുർബ, ആരോരുമില്ലാത്ത ആ കുഫാറുകളുടെ നാട്ടിൽ പ്രയാസപ്പെട്ട് കഴിയുകയായിരുന്നു. അവസാനം നമ്മൾ ഇവിടെ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് അറിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് 2 ഹിജ്റയുടെ പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് 2 ഹിജ്റയുടെ പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ആ കൂട്ടരിൽ നിന്ന് വന്ന, യമനിൽ നിന്ന് വന്ന സഹാബികളിൽ ഒരാളാണ്. ആ ഗോത്രക്കാരെ, അശ്അരി ഗോത്രക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രശംസിച്ചിട്ടുമുണ്ട്. അവരിലെ കുടുംബങ്ങൾ ആരെങ്കിലും പട്ടിണിയായാൽ, പ്രയാസത്തിലായാൽ അവരെന്ത് ചെയ്യും? എല്ലാവരും വട്ടത്തിലിരിക്കും. എന്നിട്ട് എല്ലാവരുടെ കയ്യിലുള്ള ഭക്ഷണവും നടുവിലേക്ക് വെക്കും. എന്നിട്ട് എല്ലാവരും വീതിച്ചെടുക്കും. അപ്പോൾ എന്തായി? ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് അവരെക്കുറിച്ച് പറഞ്ഞു, വഹും മിന്നി വഅന മിൻഹും, അവർ എന്നിൽപ്പെട്ടവരാണ്, ഞാൻ അവരിൽപ്പെട്ടവനാണ്. അവരുടെ ഈ മഹത്തരമായ സ്വഭാവം എടുത്തു പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തുകയുണ്ടായി. അപ്പോൾ നോക്കൂ നിങ്ങൾ, മുനാഫിക്കുകളുടെ മോശക്കാരായ കൂട്ടുകാരും അവരുടെ നേതാക്കന്മാരെയുമാണ് അള്ളാഹുയുടെ ശയാത്തീൻ എന്ന് വിശേഷിപ്പിച്ചത്. യാതൊരു സംശയമില്ല, അവർ പിശാചുക്കളാണ്. ആ പിശാചുക്കളുടെ അരികിലെത്തിയാൽ അവർ പറയും, ഞങ്ങൾ ഇവരെ പരിഹസിക്കുകയാണ്, ഞങ്ങളിവരെ പരിഹസിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ നേരത്തെ 13 ആയത്തുകളുടെ വിശദീകരണം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ 13ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ശ്രദ്ധിക്കുക, 12 ആയത്തുകളുടെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. 13ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. വൈദാ ഖീല ലഹും
അവരോട് പറയപ്പെട്ടാൽ, അഥവാ മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ, ആമിനു കമ ആമന അന്നാസ്, നിങ്ങൾ വിശ്വസിക്കുക, കമ ആമന അന്നാസ്, ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ, ഖാലു അവർ പറയുമായിരുന്നു, അനു ഉമ്മിനു, ഞങ്ങൾ വിശ്വസിക്കാനോ, കമ ആമന വിശ്വസിച്ചതുപോലെ, ആര് വിശ്വസിച്ചതുപോലെ, അസ്സുഫഹാഉ ഈ സഫീഹുകളായ ആളുകൾ. സഫീഹ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ഒരാൾ, വിഡ്ഢിയായ ആൾ എന്നാണ് സഫീഹിൻ്റെ അർത്ഥം. സുഫഹാ എന്ന് അവർ വിശേഷിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെയാണ്. നഊദു ബില്ലാഹ്. ഈ സുഫഹാകളായ ആളുകൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ? അള്ളാഹു പറയുന്നു, അല ഇന്നഹും ഹുമുസ് സുഫഹ. അല എന്നത് ശ്രദ്ധ ക്ഷണിക്കാൻ, ഉറപ്പിച്ചു പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഇന്നഹും ഹും, 2 തവണ അവരെ അള്ളാഹു സൂചിപ്പിക്കാനുള്ള വാക്ക് ഉപയോഗിച്ചു, ഇന്ന കൂട്ടിക്കൊണ്ട്. അവർ തന്നെയാണ് സുഫഹ, അവർ തന്നെയാണ് വിഡ്ഢികൾ. വലാക്കിൻ, പക്ഷേ ലാ യഅലമൂൻ, അവരറിയുന്നില്ല. ഈ ആയത്തിൽ മുനാഫിക്കുകളോട് അവർ ഈമാനിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ പറയുന്ന വാക്കാണിത്. അന്നാസ് അഥവാ അവിടെയുള്ള അന്നാസ് സഹാബത്താണ്. ആ സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, ഈ സുഫഹ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കാനോ എന്ന്. സഹാബത്തിനെ സഫീഹുകളെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ നേരെ മറുവശം എന്താണ്? ഞങ്ങളാണ് ഉഖല, ഞങ്ങളാണ് ബുദ്ധിയുള്ളവർ. യഥാർത്ഥത്തിൽ അവരാണ് സുഫഹ. എന്തുകൊണ്ടാണ്? കാരണം ആഖിലായ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ് തൻ്റെ മസ്ലഹ ഏതിലാണ്, തൻ്റെ ഭാവി ഖൈറാകുന്ന കാര്യം ഏതാണ്, അന്ത്യം നന്നാകുന്ന പ്രവർത്തനം ഏതാണ്, നല്ല ഫലം നൽകുന്ന കാര്യം ഏതാണ്, അതിനുവേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ് ആഖിലിൻ്റെ വലിയ അടയാളം. ബുദ്ധിയില്ലായ്മയുടെ അടയാളമാണ് പര്യവസാനം ഫലം മോശമായി തീർന്ന ഒരു പ്രവർത്തനത്തിൽ ചാടി വീഴുക എന്നത്. അത് ബുദ്ധിയില്ലായ്മയുടെ അടയാളമാണ്. നോക്കൂ, ഇതിൽ പല കാര്യത്തിലും മൃഗങ്ങൾ പോലും ശ്രദ്ധിക്കും. ഒരു മൃഗത്തെ അതിൻ്റെ ജീവൻ അപായപ്പെടുന്നു എന്ന് വളരെ വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അത് പോവില്ല, പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറഞ്ഞത്, ഉലൈക കൽ അൻആം, കാലുകളെ പോലെയാണ്, ബൽഹും അദൽ, അല്ല അതിനേക്കാൾ വഴി തെറ്റിയവരാണ്. കാരണം കാലുകൾ പോലും പലപ്പോഴും അതിന് തീർത്ത് ഉപദ്രവകരമാകുന്ന കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കണ്ടാൽ അത് പോവുകയില്ല, ബലം പിടിച്ച് നിൽക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്കൂ, തൻ്റെ മസാലിഹ് എവിടെയാണ് എന്ന് മനസ്സിലാക്കുകയും ആ വഴിക്ക് മുൻതൂക്കം കൊടുക്കുകയും അതിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്നതാണ് ഐനുൽ അഖ്ൽ, യഥാർത്ഥ അഖ്ൽ അതാണ്. എന്നാൽ തനിക്ക് ഏറ്റവും അപകടകരമാകുന്ന കാര്യം ഇന്നതാണെന്ന് അറിയുകയും അതിലേക്ക് തന്നെ പോവുകയും ചെയ്യുക, അതാണ് വിവരമില്ലായ്മ, ബുദ്ധിയില്ലായ്മ. നോക്കൂ, മുഅ്മിനുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും അഖ്ലുള്ളവരാണ്. ഈ ഉമ്മത്തിൽ അള്ളാഹുവിൻ്റെ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും അഖ്ലുള്ളവർ സഹാബത്താണ് റളിയല്ലാഹു അൻഹും. അവരെ പോലെ അഖ്ലുള്ള ഒരു കൂട്ടർ അവർക്ക് ശേഷം വന്നിട്ടില്ല. അവർ ഭൗതികമായ സൗകര്യങ്ങൾ പലതും നമ്മളിന്ന് അനുഭവിക്കുന്നത് കണ്ടുപിടിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എങ്കിലും ഏറ്റവും സലാഹുള്ള, ഏറ്റവും നന്മയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന വഴി അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിലവർ പിന്തി നിന്നിട്ടില്ല, അതിലേക്ക് അവർ മുന്നേറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരുടെ രീതി അങ്ങനെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃ സഹോദരൻ മറ്റൊരു അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു നദർ, അദ്ദേഹം ഉഹദിൻ്റെ വേളയിൽ ശത്രുക്കൾക്ക് നേരെ മുന്നോട്ട് കുതിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്കവിടെ സ്വർഗത്തിൻ്റെ സുഗന്ധം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കൊല്ലപ്പെട്ടു എന്നാണ്. നോക്കൂ നിങ്ങൾ, കാരണം അവരുടെ മസാലിഹ് എന്തിലാണ്, രക്ഷ ഏതിലാണ് എന്ന് മനസ്സിലാക്കി. കാരണം ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷ അവിടെയാണ്. അത് മനസ്സിലാക്കിയാൽ ഒട്ടും അമാന്തിച്ച് നിൽക്കാതെ പോയവരായിരുന്നു അവർ. ഖൈർ ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ, ഷർറ് ഇന്നതാണെന്ന് മനസ്സിലാക്കി അതിലേക്ക് ഒരിക്കലും പോകാത്തവരായിരുന്നു അവർ, സഹാബത്ത് റളിയല്ലാഹു അൻഹും. അപ്പോൾ നോക്കൂ, അവരാണ് ഏറ്റവും അഖ്ലുള്ള ആളുകൾ, ഈ ആളുകളല്ല. എന്നാൽ വലാകിൻ ലാ യഅലമൂൻ, അവർ മനസ്സിലാക്കുന്നില്ല. എന്ത്
സ്വയം താൻ സഫാഹത്തിലാണ്, വിഡ്ഢിത്തത്തിലാണ് കഴിഞ്ഞു പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള അറിവ് പോലും അവർക്കില്ല. അത് മുറക്കബായ ജഹലാണ്, അഥവാ അജ്ഞതയുടെ ഏറ്റവും കടുത്ത രൂപം. ജഹൽ രണ്ട് രൂപമുണ്ട്. ഒന്ന് ബസീത്തായ ജഹൽ, ബസീത്തായ ലളിതമായ അജ്ഞത. അതെന്താണ്? ഒരാൾക്ക് അറിവില്ല, പക്ഷേ തനിക്ക് അറിയില്ല എന്ന വിവരം അവനുണ്ട്. അവൻ പഠിക്കാൻ ശ്രമിക്കും, അവൻ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാനോ അതിൽ ഇടപെടാനോ നിൽക്കുകയില്ല. എന്നാൽ മുറക്കബായ ജഹൽ, കടുത്ത അജ്ഞതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുകയില്ല, അയാൾ ആളുകൾ അപകടത്തിലാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉദാഹരണമായി ചില ആളുകൾ വിവരിച്ചിട്ടുള്ള ഒരു കഥയിലുള്ളത്. പണ്ട് കാലത്ത് ഒരാൾ വൈദ്യം പഠിക്കാൻ തീരുമാനിച്ചു, ഡോക്ടറാകാൻ തീരുമാനിച്ചു പഴയ കാലത്ത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു വൈദ്യനെ പോയി നിരീക്ഷിച്ചു. പണ്ട് കാലത്ത് ജനങ്ങളെ ചികിത്സിക്കുന്ന പഴയ കാലത്ത് ഡോക്ടറെ പോയി ഇങ്ങനെ നോക്കി. അപ്പോൾ അയാൾ നോക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ വൈദ്യൻ വരുന്ന ആളുകളോട് രോഗം എന്താണെന്ന് ചോദിക്കുന്നു, വായ തുറക്കാൻ പറയുന്നു, നാക്ക് നീട്ടാൻ പറയുന്നു, രോഗം മനസ്സിലാക്കുന്നു, പെട്ടിന് ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ദൂരെ നിന്ന് ഇയാൾ നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇത്രയേ ഉള്ളൂ പരിപാടി, ഇത് വളരെ എളുപ്പമുള്ളതാണല്ലോ. ആളുകൾ വന്നാൽ രോഗം എന്താണെന്ന് ചോദിക്കണം, വായ തുറക്കാൻ പറയണം, നാക്ക് നീട്ടാൻ പറയണം, പെട്ടിന്ന് ഒരു മരുന്നെടുത്ത് കൊടുക്കണം, ഖലാസ്. ഇയാൾ എന്ത് ചെയ്തു? ഇയാളും കുറച്ച് മരുന്നുകൾ ഒരു പെട്ടിയിൽ നിറച്ച് ആളുകൾ ചികിത്സിക്കാനിരുന്നു. ജനങ്ങൾ വന്നാൽ ചോദിക്കുക, എന്താ രോഗം? വയർക്കൂ, നാക്ക് നീട്ടു, പെട്ടെന്ന് ഒരു മരുന്നെടുത്ത് കൊടുക്കും. ഇങ്ങനെ ഇയാൾ ആ നാട്ടിൽ ചികിത്സ ആരംഭിച്ചു. അധികം വൈകാതെ ആ നാട്ടിൽ ഒരുപാട് മനുഷ്യരെ ഇയാൾ ദുനിയാവെന്ന് പറഞ്ഞയച്ചു. ഇങ്ങനെ കാലം കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവർ ഇയാൾ സഞ്ചരിക്കാറുള്ള, ഇയാൾ പുറത്ത് കയറി പോകാറുള്ള ഒരു കഴുതുണ്ടായിരുന്നു. ആ കഴുതയുടെ പുറത്ത് 2 വരി കവിത ആ നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികൾ എഴുതി വെച്ചു. എന്താണ് എഴുതി വെച്ചത്? കവിത ആ കഴുത പറയുന്നത് പോലെ അവരെഴുതി വെച്ചു. ലൗ അൻസഫ ദഹറു കുൻതു അർക്കബഹു ലിഅന്ന ജഹലി ബസീത്തുൻ വസാഹിബി ജാഹിലും മുറക്കബു. നീതിയുടെ ഒരു കാലം വന്നിരുന്നുവെങ്കിൽ ഞാൻ ഇയാളുടെ പുറത്തേറി സഞ്ചരിക്കുമായിരുന്നു. കഴുത പറയുന്നതാണ്. നീതിയുടെ ഒരു കാലം വന്നിരുന്നെങ്കിൽ ഞാൻ ഇയാളുടെ പുറത്തേറി സഞ്ചരിക്കുമായിരുന്നു. കാരണം എൻ്റെ ജഹൽ ബസീത്താണ്. ഈ സാഹിബിൻ്റെ ജഹലാകട്ടെ മുറക്കബായ ജഹലാണ്. ഇയാൾക്ക് തനിക്കിത് അറിയില്ല എന്ന വിവരം കൂടിയില്ല. എന്നതുപോലെയാണ് മുറക്കബായ ജഹൽ. അത് വലിയ ഉപദ്രവം ഉണ്ടാക്കും, അവനവന് മാത്രമല്ല മറ്റുള്ളവർക്കും. മുനാഫിക്കുകളെ നോക്കൂ, അവരുടെ ജഹൽ മുറക്കബാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അലാ ഇന്നഹും ഹുമുസ് സുഫഹ, അവരാണ് സഫീഹകൾ, പക്ഷെ വലാകിൻ ലാ യഅലമൂൻ, അവരത് അറിയുന്നു കൂടിയുമില്ല, അവരത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ളവർ തിരുത്താൻ തയ്യാറാവുകയില്ല. അതിനുശേഷമാണ് റബ്ബ് പറയുന്നത്, അവർ മുഅ്മിനീങ്ങളെ കണ്ടാൽ പറയും ഞങ്ങൾ വിശ്വസിച്ചു. അവരുടെ ശൈത്താന്മാരുടെ അരികിൽ ഒറ്റക്കായാൽ അവർ പറയും, ഇന്ന മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. വയമുദ്ദുഹും, അള്ളാഹു അവരെ തള്ളിവിടുകയാണ്, അയച്ചുവിടുകയാണ്. ഫീ തുഗ്യാനിഹിം, അവരുടെ അതിക്രമത്തിൽ യഅമഹൂൻ, മുഴുകുന്നവരായി അയച്ചുവിടുകയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹു അവരെ പരിഹസിക്കുന്നു, വയമുദ്ദുഹും, അവരെ തള്ളിവിടുന്നു എന്ന് പറഞ്ഞു. എന്താണ് റബ്ബിൻ്റെ ഇസ്തിഹ്സാഇൻ്റെ ഫലമായി അവർക്ക് ലഭിക്കുന്നത്? റബ്ബിൻ്റെ ഇസ്തിഹ്സാ കൊണ്ടാണ് അവർക്ക് ദുനിയാവിൽ തോന്നുന്നത് എന്ത്? ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞങ്ങൾ മുഅ്മിനീങ്ങളെ വഞ്ചിച്ച് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കിവിടെ രക്ഷയാണ് എന്നവർ വിചാരിക്കുന്നു. കാരണം അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവരോട് ഇസ്തിഹ്സാ ചെയ്തതുകൊണ്ടാണ്. അതുപോലെയാണ് പരലോകത്തും സുബ്ഹാനല്ലാഹ് അവർക്ക് സംഭവിക്കുന്നത്. എന്താണ്? പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യം മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത് പോലെ അവർക്കും പ്രകാശം നൽകും. സിറാത്ത് മുറിച്ച് കടക്കുന്ന സമയമായാൽ അവരുടെ പ്രകാശം കെട്ടുപോകും. അത് നോക്കൂ, നേരത്തെ വെളിച്ചമില്ലാത്തതിനേക്കാൾ പ്രയാസകരമാണ് ഉണ്ടായിട്ട് പിന്നെ പോയി പോവുക എന്നത്. തങ്ങൾ എന്തോ ആണെന്ന് വിചാരിക്കുക, എന്നിട്ടത് ഇല്ലാതായി പോവുക. രക്ഷപ്പെട്ടെന്ന് വിചാരിക്കുക, അത് കൈവിട്ടു പോവുക. ഇത് റബ്ബ് അവരെ ഇസ്തിഹ്സാ ചെയ്തിരിക്കുന്നതിൻ്റെ ഫലമാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും,
അള്ളാഹു അവരെ തള്ളിവിടുന്നു. യമുദ്ദു എന്ന പദം നോക്കൂ നിങ്ങൾ, മദ്ദ എന്ന വാക്കിൻ്റെ മുതാരിയാണത്. മദ്ദ യമുദ്ദു. മദ്ദ മദ്ദ എന്നത് 3 അക്ഷരങ്ങളുള്ള വാക്കാണ്. മദ്ദ, ദാലിന് ശബ്ദ, അതുകൊണ്ട് അവിടെ 2 ദാലുണ്ട്. ശബ്ദ വന്നാൽ 2 എണ്ണം ഉണ്ട് എന്നാണ്. മദ്ദ മുതാരിയാണ് യമുദ്ദു. മദ്ദ യമുദ്ദു എന്ന വാക്ക് ഖുർആനിൽ പൊതുവെ ഷർറിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇതേ പദം തന്നെ നോക്കൂ, റുബായിയായി 4 അക്ഷരമായി പറയാറുണ്ട്. ഉദാഹരണത്തിന് അമദ്ദ യുമിദ്ദു. അമദ്ദ യുമിദ്ദു, അതിൽ 4 അക്ഷരമുണ്ട്. എങ്ങനെ? ദാല് ശബ്ദ എന്നാൽ അത് 4 ആണ്. ഇത് പൊതുവെ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വതആല ഖൈറിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മദ്ദ നോക്കൂ നിങ്ങൾ, വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ. സൂറത്തു മറിയമിൽ നമുക്ക് കാണാം റബ്ബ് സുബ്ഹാനഹു വതആല പരലോകത്തെ നിഷേധിച്ച ആസുബിൻ വായിൽ എന്ന കാഫിറിനെ കുറിച്ച് അവതരിപ്പിച്ച ആയത്തുകളിലൊന്നാണ്. ആസുബിൻ വായിൽ എന്ന കാഫിർ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ്. പക്ഷേ ആൾ കുടിയ കാഫിറായിരുന്നു. ആസുബിനു വായിൽ. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എന്ന മഹാനായ സഹാബി, അദ്ദേഹം കൊല്ലപ്പണിക്കാരനായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് ആസുബിന് വായിലിനൊരു ജോലി ചെയ്തു കൊടുത്തു. ഇരുമ്പിൻ്റെ ഒരു ജോലി, വെൽഡിങ് ജോലി ചെയ്തു കൊടുത്തു. എന്നിട്ട് അതിന് കൂലി ചോദിച്ചു ചെന്നപ്പോൾ ആസുബിന് വായിൽ പറഞ്ഞു, നീ മുഹമ്മദിൽ വിശ്വസിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്, അത് ഉപേക്ഷിച്ചിട്ട് വരണം, എന്നാൽ കൂലി വരും എന്ന് പറഞ്ഞു. എടുത്ത പണിയുടെ കൂലി കൊടുക്കാതെയാണ് ഈ പറയുന്നത്. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ മരിച്ചിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ആലോചിക്കാം എന്ന കടുത്ത മറുപടി പറഞ്ഞു. അപ്പോൾ ആസ് തിരിച്ചു, അത് ശരി, മരിച്ചാൽ തിരിച്ചു വരുമെന്നാണോ? എന്നാൽ ഞാൻ അവിടെ വെച്ച് വന്നോളാം, ഞാൻ അവിടെയും പണക്കാരനായിരിക്കും, നീ അവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. സൂറത്തു മറിയമിൽ ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു. സൂറത്തു മറിയമിലെ ആയത്തുകൾ, അഫറഅയ്ത അല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദ അത്തലഅ അൽ ഗൈബ അമിത്തഖദ ഇൻദ റഹ്മാനി അഹ്ദ. നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചവനെ നീ കണ്ടോ? എന്നിട്ട് അവൻ പറയുന്നു ലഊതയന്ന മാലൻ വവലദ, എനിക്ക് പരലോകത്തും സ്വത്തും സമ്പാദ്യങ്ങളും ഒക്കെ ലഭിക്കുമെന്ന്. അവൻ റബ്ബിനോട് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ എന്നിങ്ങനെ അവനെക്കുറിച്ച് ശക്തമായ താക്കീതുകൾ പറയുന്ന ആയത്തുകൾ അതിൽ കാണാം. വനമുദ്ദു ലഹു മിനൽ അദാബി മദ്ദ, നാം അവന് ശിക്ഷ നീട്ടിക്കൊടുക്കുന്നതാണ്. ഈ വാക്കാണ് മദ്ദ യമുദ്ദു, നമുദ്ദു, നാം നീട്ടിക്കൊടുക്കുന്നതാണ്. മദ്ദ എന്നത് ഈ രൂപത്തിനു. എന്നാൽ അമദ്ദ എന്ന വാക്ക് ഖൈറിനുമാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് സ്വർഗ്ഗവാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വഅംദദ്നാഹും ബിഫാകിഹത്തിൻ വലഹ്മിൻ മിമ്മാ യശ്തഹൂൻ. സ്വർഗ്ഗവാസികൾക്ക് അവർക്ക് നാം അധികമായി നൽകുന്നതാണ്, അവർക്ക് നാം പരിപോഷണം നൽകുന്നതാണ്. പഴങ്ങൾ കൊണ്ട്, അവരിഷ്ടപ്പെടുന്ന മാംസം കൊണ്ട്, അതൊക്കെ അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. ഇവിടെ നോക്കൂ, മദ്ദയുടെ മുദാരിയാണിത്. വയമുദ്ദുഹും, അവരെ അള്ളാഹു തള്ളിവിടും. ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരുടെ അതിക്രമത്തിൽ യഅമഹൂൻ, അതിൽ വിഹരിക്കുന്നവരായി അള്ളാഹു അവരെ തള്ളിവിടും. ഇത് റബ്ബ് കൈവിടുന്നതിൻ്റെ അടയാളമാണ്. മുനാഫിഖുകളെ റബ്ബ് കൈവിട്ടിരിക്കുന്നു. വേറെയും ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൽ തന്നെ വരുന്ന വതറകഹും ഫീ ദുലുമാത്തിൽ അള്ളാഹു അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് സുബ്ഹാനല്ലാഹ് ശക്തമായ പ്രയോഗങ്ങളാണ്. റബ്ബ് കൈവിട്ട് കളയുക, അള്ളാഹു ഉപേക്ഷിച്ച് കളയുക, അള്ളാഹു വിഹരിക്കാൻ വിടുക. ഇത് അങ്ങേറ്റം അപകടകരമാണ്. കാരണം റബ്ബിൻ്റെ ഹിഫ്ള് ഉണ്ടായിരുന്നുവെങ്കിൽ റബ്ബ് സംരക്ഷിച്ചേനെ, നന്മയിൽ പിടിച്ചു നിർത്തിയേനെ. അള്ളാഹു കൈവിട്ടാൽ അള്ളാഹു തിന്മയിൽ വിഹരിക്കാൻ ചിലരെ വിട്ടേക്കും. അവർ വിചാരിക്കും, ഞാൻ തിന്മകൾ ചെയ്യുന്നതിന് എനിക്ക് ഖൈർ ലഭിക്കുന്നത് നോക്കൂ. അവൻ ആ തിന്മയിൽ തന്നെ തുടരാൻ ഒടുവിൽ അള്ളാഹു ഒരൊറ്റ പിടുത്തം പിടിക്കാൻ അത് കാരണമാകും. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ റഅയ്ത അല്ലാഹ യുഅ്തിൽ അബ്ദ അലാ മആസിഹി മാ യുഹിബ്ബ് ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. ഒരടിമയെ അള്ളാഹു അവൻ്റെ തിന്മകൾ അവൻ ചെയ്യുന്നേന് അള്ളാഹു അവന് പലതും നൽകുന്നത് നീ കണ്ടാൽ, അനുഗ്രഹങ്ങളേകൊണ്ടേയിരിക്കുന്നത് കണ്ടാൽ നീ അറിയണം, ഫഇന്നമാ ഹുവ ഇസ്തിദ്റാജ്. അത് ഇസ്തിദ്റാജാണ്. ഇസ്തിദ്റാജ് എന്നാൽ പടിപടിയായി പിടികൂടുക. അങ്ങനെ അള്ളാഹു അവനെ അതിൽ മുങ്ങിയാൽ പെട്ടെന്ന് പിടികൂടും. രക്ഷപ്പെടാൻ അവസരം കൊടുക്കാത്ത രൂപത്തിൽ
അതുകൊണ്ടാണ് പലപ്പോഴും പരീക്ഷണങ്ങൾ നമുക്ക് ഖൈറായി തീരും. എങ്ങനെ? കാരണം പരീക്ഷണങ്ങൾ തൗബ നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. തൗബ ഓർമ്മപ്പെടുത്തി തരും. പണ്ഡിതന്മാർ പറയാറുണ്ട്, നിന്നെ അശ്രദ്ധയിലും തിന്മയിലും മുക്കിക്കളയുന്ന നിഅമത്തിനേക്കാൾ നിനക്ക് നല്ലത്, സുഖങ്ങളെക്കാൾ നിനക്ക് നല്ലത്, നിന്നെ തൗബയിലേക്ക് കൊണ്ടുപോകുന്ന അള്ളാഹുലേക്ക് കൈകൾ ഉയർത്താൻ, അവന് മുന്നിൽ കണ്ണീരൊഴുക്കാൻ, തിന്മകൾ ഒഴിവാക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന മുസീബത്തുകളാണ് കൂടുതൽ നല്ലത്. കാരണം മറ്റേത് താൽക്കാലികമായ സുഖമാണ്, അത് വലിയ അപകടത്തിനാണ്, ശാശ്വതമായ അപകടത്തിലായിരിക്കും ഒരു പക്ഷെ അവനെ കൊണ്ടെത്തിക്കുക. ഇത് താൽക്കാലികമായ ഉപദ്രവമാണെങ്കിൽ വലിയ ഖൈറിലേക്കാണ് കൊണ്ടെത്തിക്കുക, വലിയ ഖൈറിലേക്കാണ് കൊണ്ടെത്തിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ആദം അലൈഹിസ്സലാമിന് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ സ്വർഗത്തിലേക്ക് തിരിച്ചുണ്ടാക്കാനാണ് അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചത്. ഭൂമിയിലേക്ക് അയച്ചത് വലിയ പ്രയാസമായിരുന്നു. ആദം അലൈഹിസ്സലാം അതിൽ വലിയ പ്രയാസപ്പെട്ടു. അവരുടെ ദുആ നോക്കൂ നിങ്ങൾ, റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബേ, ഞങ്ങളോട് അതിക്രമം ചെയ്തു പോയി, നീ പുറത്തു തന്നില്ല എങ്കിൽ, നീ കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിനാണ്. നോക്കൂ, ഇബാദത്തുകൾ ചെയ്തു ഞാൻ കേമനാണ് എന്ന് അഹങ്കരിച്ച ഇബ്ലീസിൻ്റെ അഹങ്കാരത്തെക്കാൾ എത്രയോ മടങ്ങ് ഖൈറാൻ നമ്മുടെ ഉമ്മയും ഉപ്പയും തെറ്റ് ചെയ്തു പോയി റബ്ബേ, പൊറുക്കണേ റബ്ബേ എന്ന് തേടിയ ആ തേട്ടം. അപ്പോൾ നിങ്ങൾ, ഞാൻ വലിയ കേമനാണ്, എന്നെ തീയിൽ നിന്നാണ് നീ പഠിച്ചത്, ഞാൻ മലായിക്കത്തിൻ്റെ കൂടെ സുജൂദ് ചെയ്ത അവരുടെ കൂട്ടത്തിൽ അവരുടെ ജിൻസിൽപ്പെട്ടവനല്ലാഞ്ഞിട്ട് അവരുടെ കൂടെ സ്ഥാനം ലഭിച്ചിരുന്നവന്, അവൻ്റെ ആ അഹങ്കാരത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ മാതാപിതാക്കളുടെ തിന്മ ചെയ്തു പോയല്ലോ, അള്ളാഹുവിനെ ധിക്കരിച്ചു പോയല്ലോ എന്ന ആ അങ്ങേയറ്റത്തെ ഖൽബ് നുറുങ്ങിയുള്ള ദുആവും റബ്ബിൻ്റെ മുന്നിൽ, റബ്ബേ ഇതാണ് കയ്യിലുള്ളത് ഈ അബദ്ധമാണ്, നീ പുറത്താണ്, നീ പുറത്തില്ല എങ്കിൽ റബ്ബേ നഷ്ടത്തിനാണ്. ഈ തേട്ടമുണ്ട്. അതാണ് റബ്ബ് ആ അഹങ്കാരത്തെക്കാൾ എത്രയോ ഇഷ്ടപ്പെടുന്നത്. മുഅ്മിനിനെ അള്ളാഹു തിന്മകൾ കൊണ്ട് പരീക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഹിക്മത്തായി ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തിന്മകൾ കൊണ്ട് മുഅ്മിനിനെ ചിലപ്പോൾ അള്ളാഹ് പരീക്ഷിക്കും. എന്തിനാണ്? കാരണം ചിലപ്പോൾ നന്മകളിൽ മുന്നേറി അങ്ങെത്തിയാൽ ചിലപ്പോൾ അവന് സ്വയം ഒരു ഉജ്ബ് തോന്നിപ്പോകും, ഞാനവിടേക്ക് എത്തി. ആ അപ്പോൾ ഒരു വീഴ്ചയോട്ടെ അവന് മനസ്സിലാവും, അള്ളാഹുവിൻ്റെ കാവലില്ലെങ്കിൽ ഒരു നിമിഷം എനിക്ക് ഈ പരിശുദ്ധിയിലും നന്മയിലും നിൽക്കാൻ കഴിയില്ല, ഞാൻ പാപിയാണ് എന്നവനെ റബ്ബ് അവനെ ബോധ്യപ്പെടുത്തും. അവൻ്റെ ആ തിന്മ സംഭവിച്ചു പോയല്ലോ എന്ന പ്രയാസത്തിൽ റബ്ബിൻ്റെ മുന്നിൽ, റബ്ബേ ഒന്നുമില്ല, നിൻ്റെ മഗ്ഫിറത്താണ് വേണ്ടത് എന്ന ആ തേട്ടം അവനെ കൊണ്ട് തേടിക്കാൻ, മനസ്സിലായില്ലേ? കാരണം റബ്ബിൻ്റെ എല്ലാ നിലക്കുമുള്ള അബ്ദുകളാകാനാണ് റബ്ബ് നമ്മളെ പഠിച്ചത്. സന്തോഷത്തിൽ മാത്രമല്ല, പ്രയാസത്തിൽ നീ നിൻ്റെ റബ്ബിൻ്റെ അടിമയാകണം, യഥാർത്ഥ അബ്ദാകണം. അതുപോലെ നന്മകൾ ചെയ്ത് സ്വീകരിക്കണേ എന്ന ദുആ മാത്രമല്ല, പാപം പൊറുക്കണേ റബ്ബേ, ആ തേട്ടവും നിന്നിൽ നിന്നുണ്ടാകണം. തിന്മകളെപ്പോഴും ആലോചിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എത്ര തവണയാണ് ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയത്. അവിടുന്ന് പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹ്, നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടൂ, അവനോട് ഖേദിച്ചു മടങ്ങൂ. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, ഞാൻ അള്ളാഹുവിലേക്ക് ഒരു ദിവസം 100 തവണ തൗബ ചെയ്തു മടങ്ങുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റബ്ബ് മുനാഫിഖുകളെ കുറിച്ച് പറയുന്നു, ഉലൈക അല്ലദീന ഇശ്തറവു الضലാലത ബിൽഹുദ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. ഉലൈക അവർ, അല്ലദീന അവരെങ്ങനെയുള്ള കൂട്ടരാണ്, ഇശ്തറൗ അവർ വാങ്ങി, ഇശ്തറ എന്ന് പറഞ്ഞാൽ വിലക്ക് വാങ്ങി, അദ്ദലാലത വഴികേട്, ദലാലത്ത് വിലക്ക് വാങ്ങി, ബിൽഹുദ സന്മാർഗം കൊടുത്തുകൊണ്ട്. ഒരു മുഷ്തരി, ഒരു ഒരാൾ വാങ്ങിയ വസ്തുവിനോട് അവന് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് പൈസ കൊടുത്തിട്ട് അത് വാങ്ങിയത്. ദലാലത്തിനെ ഇഷ്ടപ്പെടുന്ന അവരുടെ സ്വഭാവം അള്ളാഹു ഇതിലൂടെ പറയുന്നു. ഒരു സില, പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ചരക്ക്, അത് വാങ്ങിയവൻ അത് ഇഷ്ടപ്പെടും, അതിനോട് അവന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് വാങ്ങിയത്. നമുക്ക് ദലാലത്താണ് അവർ ഇഷ്ടപ്പെടുന്നത്. പകരം വിലയായി കൊടുത്തതാകട്ടെ ഹുദയാണ്, സന്മാർഗമാണ്. അതിനേക്കാൾ നഷ്ടം പറ്റിയ വേറെ ഏത് കച്ചവടമുണ്ട്?
നോക്കൂ, ഒരു ദീനാറ് കൊടുത്തൊരു ദിർഹം വാങ്ങിയാൽ, ഒരു ദീനാറ് സ്വർണ്ണം നാണയം കൊടുത്തൊരു വെള്ളി നാണയം ഒരാൾ വാങ്ങിയാൽ അവന് പറ്റിയത് നഷ്ടമാണ് എങ്കിൽ, ഇത് അമൂല്യമായ രത്നങ്ങൾ കൊടുത്തൊരാളൊരു വിലയില്ലാത്ത ഒരു ലോഹത്തൊട്ട് വാങ്ങിയതിനേക്കാൾ വലിയ നഷ്ടമാണ് ഇവിടെ. ഹിദായത്തോടുത്ത് ദലാലത്ത് വാങ്ങുക. ഫമാ റബിഹത്ത് തിജാറത്തുഹും, ഫമാ റബിഹത്ത് ലാഭമായില്ല, തിജാറത്തുഹും അവരുടെ കച്ചവടം ലാഭത്തിലായില്ല, വമാ കാനൂ മുഹ്തദീൻ അവരുടെ വഴി നേരെയായില്ല, ഹിദായത്ത് നഷ്ടപ്പെട്ടു, കച്ചവടം അത് തുലഞ്ഞുപോയി. എന്നാൽ മുഅ്മിനീങ്ങൾ അവർ ദുനിയാവ് കൊടുത്ത് പരലോകം വാങ്ങുന്നവരാണ്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് അവരുടെ സ്വദേഹങ്ങളെയും സമ്പത്തിനെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു. എന്ത് പകരം കൊടുത്തിട്ട്? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗമുണ്ട് എന്ന് പകരം കൊടുത്തിട്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ ഉനബ്ബിഉകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കൊരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെ, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന കച്ചവടം. അള്ളാഹുൽ വിശ്വസിക്കുക, അവൻ്റെ റസൂലിൽ വിശ്വസിക്കുക. നോക്കൂ, നിങ്ങൾ സാലിഹായ അമലുകൾ, സിലഅത്ത് എന്താണ്? കിട്ടാനുള്ള ചരക്കെന്താണ്? സ്വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന സിലഅത്തല്ലാഹി ഗാലിയ. അള്ളാഹുവിൻ്റെ സിലഅത്ത് എന്ന കച്ചവട ചരക്കാണ്, അത് ഗാലിയ, വിലയേറിയതാണ്. അലാ ഇന്ന സിലഅത്തല്ലാഹി അൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിൻ്റെ സിലഅത്ത് എന്നാൽ സ്വർഗമാണ്, അത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നീ ആ കച്ചവടത്തിൽ ഒരിക്കലും നിനക്ക് നഷ്ടം പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ഞാനുമായിട്ടാണ് ഇടപാട് ഉറപ്പിക്കുന്നത്, റബ്ബുമായിട്ടാണ്. ആ കച്ചവടം നീയുമായി ഉറപ്പിക്കാൻ വന്ന മൻദൂബ് റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്കാണത്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആ കച്ചവടത്തിൽ ഒരിക്കലും നീ നഷ്ടം പ്രതീക്ഷിക്കരുത്. നീ നിൻ്റെ ദുനിയാവ് കൊടുക്കുക, സ്വർഗമാകുക. എന്നാലാകട്ടെ ദുനിയാവ് പൂർണ്ണമായി നിനക്ക് നഷ്ടപ്പെടുന്നില്ല. ദുനിയാവ് ഏറ്റവും മനോഹരമായി ആസ്വദിക്കാനാണ് നിനക്കതുകൊണ്ട് സാധിക്കുക. റബ്ബ് നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല അലം. സല്ലല്ലാഹു വസല്ലമ വബാറക അല അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.